വിവാഹത്തിന് ഇനി വെറും 10 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. രാജീവും ഭാരതിയമ്മയും തിരക്കോട് തിരക്കിലായിരുന്നു. ഈ ബഹളങ്ങൾക്കിടയിലെല്ലാം പ്രിയ ആ വീട്ടിൽ ജീവനറ്റൊരു പ്രതിമയെപ്പോലെ നടന്നു. രാവിലെ 4:30 ഉണർന്നാൽ രാത്രി 12 മണിവരെ നീളുന്ന കഠിനമായ അധ്വാനം. എന്നാലും ഭാരതിയമ്മയ്ക്ക് പ്രിയ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നിനും തൃപ്തിയുണ്ടായിരുന്നില്ല. "പ്രിയേ, നിന്റെ കൈക്കെന്താ വല്ല തളർച്ചയുണ്ടോ? കല്യാണത്തിന് വരുന്നവർക്ക് കൊടുക്കാൻ ഉണ്ടാക്കുന്ന പലഹാരങ്ങളുടെ വട്ടം കൂട്ടാൻ പറഞ്ഞിട്ട് ഇത്ര നേരമായിട്ടും കഴിഞ്ഞില്ലേ?" ഒന്നിനും ഒരു ശുഷ്കാന്തിയുമില്ലാത്തവൾ. "സുരഭിയുടെ വീട്ടുകാർ ഇപ്പോൾ ഇങ്ങോട്ട് വരും. അവർക്ക് കൊടുക്കാനുള്ള ഉണ്ണിയപ്പവും അച്ചപ്പവും വേഗം പാത്രത്തിലാക്കി വയ്ക്ക്," ഭാരതിയമ്മ ഉമ്മറത്തിരുന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. പ്രിയ മറുത്തൊന്നും പറഞ്ഞില്ല. അടുക്കളയിലെ പുക നിറഞ്ഞ അന്തരീക്ഷത്തിൽ അവളുടെ കണ്ണുകൾ എരിഞ്ഞു. എണ്ണയുടെ ചൂടിൽ അവളുടെ കൈകൾ പലതവണ പൊള്ളി. എങ്കിലും അവൾ അതൊന്നും അറിഞ്ഞതേയില്ല. മനസ്സിൻ്റെ പൊള്ളലിനേക്കാൾ വലുതായിരുന്നില്ലല്ലോ ശരീരത്തിലെ മുറിവുകൾ. അപ്പോഴേക്കും മുറ്റത്ത് ഒരു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. സുരഭിയും അവളുടെ അമ്മയും കൂടിയാണ് വന്നിരിക്കുന്നത്. സുരഭിയുടെ കയ്യിൽ തൻ്റെ കല്യാണ സാരിക്ക് മാച്ച് ചെയ്യുന്ന ബ്ലൗസിൻ്റെ ഡിസൈനുകളും കുറച്ച് ആഭരണങ്ങളുടെ കാറ്റലോഗും ഉണ്ടായിരുന്നു. "അമ്മേ, ദാ ഈ ബ്ലൗസിൻ്റെ വർക്ക് കണ്ടോ? കല്യാണത്തിന് ഞാനിത് തയ്ക്കാനാണ് കൊടുക്കുന്നത്. രാജീവേട്ടന് ഇത് ഭയങ്കര ഇഷ്ടമായി," സുരഭി അകത്തേക്ക് കയറി വന്നുകൊണ്ട് ഭാരതിയമ്മയോട് പറഞ്ഞു. "ആഹാ, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ മോളെ. എൻ്റെ മോൻ്റെ സെലക്ഷൻ ഒട്ടും മോശമാകില്ല," ഭാരതിയമ്മ അവളെ സ്നേഹത്തോടെ അടുത്തിരുത്തി. സുരഭിയുടെ അമ്മ ചുറ്റുമൊന്ന് നോക്കി. "അല്ല ഭാരതിയമ്മേ, കല്യാണത്തിൻ്റെ സ്വർണ്ണമൊക്കെ നമ്മളെടുത്തു. സുരഭിക്ക് കുറച്ചുകൂടി പുതിയ മോഡൽ മാല വേണമെന്ന് ഉണ്ടായിരുന്നു. രാജീവിനോട് പറഞ്ഞപ്പോൾ അവൻ വാങ്ങിച്ചു തരാമെന്ന് ഏറ്റിട്ടുണ്ട്." "അതിനെന്താ, അവൻ വാങ്ങിച്ചു തരും. അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അവൻ ചെയ്യും," ഭാരതിയമ്മ അഭിമാനത്തോടെ തലയാട്ടി. ഇത് കേട്ടുകൊണ്ടാണ് പ്രിയ ചായയും പലഹാരങ്ങളുമായി ഹാളിലേക്ക് വന്നത്. അവളുടെ ഒട്ടിയ കവിളുകളും വാടിയ മുഖവും കണ്ടിട്ടും ആർക്കും ഒരു സഹതാപവും തോന്നിയില്ല. പ്രിയ ചായക്കപ്പുകൾ മേശപ്പുറത്ത് വെച്ചു. സുരഭിയുടെ അമ്മ പ്രിയയെ ഒന്ന് നോക്കി ഭാരതിയമ്മയോട് പതുക്കെ ചോദിച്ചു. "അല്ല ഭാരതിയമ്മേ, കല്യാണം കഴിഞ്ഞാലും ഇവൾ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? സുരഭിക്ക് വീട്ടുപണികളൊന്നും അത്ര വശമില്ല. തന്നെയുമല്ല, കുഞ്ഞുണ്ടാകുമ്പോൾ നോക്കാനും ഒരാൾ വേണം." "അയ്യോ, നിങ്ങളതോർത്ത് പേടിക്കേണ്ട. അവൾ ഇവിടെ തന്നെ കാണും. പ്രിയേ, നീ ഇങ്ങോട്ട് വന്നേ," ഭാരതിയമ്മ പ്രിയയെ വിളിച്ചു. "സുരഭിയുടെ കല്യാണം കഴിഞ്ഞ് അവളിവിടെ കയറി വന്നാൽ അവളുടെ ഒരു വാക്കിനും നീ എതിര് പറയരുത്. അവൾ പറയുന്നത് പോലെ വേണം ഇനി ഈ വീട്ടിലെ കാര്യങ്ങൾ നടക്കാൻ. മനസ്സിലായല്ലോ?" പ്രിയയുടെ നെഞ്ച് പിടഞ്ഞു. രാജീവിൻ്റെ ഭാര്യയായി താൻ ജീവിച്ച ഈ മണ്ണിൽ ഇനി സുരഭിയുടെ ആജ്ഞകൾക്ക് അനുസരിച്ച് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. അവൾ ഒരു തുള്ളി കണ്ണീർ പോലും പുറത്ത് കാണിക്കാതെ തല താഴ്ത്തി അടുക്കളയിലേക്ക് നടന്നു. അന്ന് രാത്രി മഴ വീണ്ടും പെയ്യാൻ തുടങ്ങി. ആകാശത്ത് ഇടിമിന്നൽ വെട്ടുന്നുണ്ടായിരുന്നു. രാജീവ് ടൗണിൽ പോയി വസ്ത്രങ്ങളും മറ്റും വാങ്ങി വളരെ വൈകിയാണ് വീട്ടിലെത്തിയത്. അവൻ തൻ്റെ പുതിയ കല്യാണ സ്യൂട്ടുകൾ ഓരോന്നായി ഹാളിലെ മേശപ്പുറത്ത് വെച്ച് നോക്കുകയായിരുന്നു. ഭാരതിയമ്മ ഉറങ്ങാൻ കിടന്നിരുന്നു. പ്രിയ അടുക്കളയിലെ പണികളെല്ലാം തീർത്ത് ഹാളിലേക്ക് വന്നപ്പോൾ രാജീവ് അവിടെ നിൽക്കുന്നത് കണ്ടു. അവൾ ഒടുവിലത്തെ ഒരു പ്രതീക്ഷയോടെ വിറയ്ക്കുന്ന കാലുകളോടെ അവൻ്റെ അടുത്തേക്ക് നടന്നു. "രാജീവേട്ടാ," പ്രിയയുടെ ശബ്ദം വളരെ നേർത്തതായിരുന്നു. രാജീവ് തിരിഞ്ഞു നോക്കി. അവൻ്റെ മുഖത്ത് പഴയ ആ സ്നേഹത്തിൻ്റെ ഒരംശം പോലും ഉണ്ടായിരുന്നില്ല. "എന്താ പ്രിയേ, ഈ സമയത്ത് എന്താ നിനക്ക് പറയാനുള്ളത്?" "എനിക്ക് നാളെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഉറങ്ങണം." "രാജീവേട്ടാ, ഞാൻ കാല് പിടിക്കാം. എന്നെ ഇങ്ങനെ കൊല്ലരുത്. ഈ കല്യാണം ഇത് വേണ്ടെന്ന് വെക്കാൻ ഇനിയും സമയമുണ്ട്. നമുക്കൊന്നിച്ച് ജീവിക്കാം രാജീവേട്ടാ. എനിക്ക് കുട്ടികളുണ്ടാകില്ല എന്ന് കരുതി എന്നെ ഇങ്ങനെ ഒരു വേലക്കാരിയെപ്പോലെ ഈ വീട്ടിൽ നിർത്തരുത്. മറ്റൊരാൾ നിങ്ങളുടെ നെഞ്ചിൽ ചായുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം കഴിയില്ല." പ്രിയ അവൻ്റെ കൈകളിൽ പിടിച്ച് കരഞ്ഞു. രാജീവ് ദേഷ്യത്തോടെ അവളുടെ കൈകൾ തട്ടിമാറ്റി. "നിനക്ക് ഭ്രാന്താണോ പ്രിയേ? ഇനി 10 ദിവസം കഴിഞ്ഞാൽ എൻ്റെ കല്യാണമാണ്. ഞാൻ സുരഭിയെ സ്നേഹിക്കുന്നു. അവളിലൂടെ എനിക്കൊരു കുഞ്ഞുണ്ടാകും. നിൻ്റെ ഈ കരച്ചിലും പിഴിച്ചിലും കണ്ട് മനസ്സ് മാറാൻ ഞാൻ തയ്യാറല്ല. നിനക്കിവിടെ ഇങ്ങനെ കഴിയാൻ താല്പര്യമില്ലെങ്കിൽ നിനക്ക് ഈ പടിയിറങ്ങിപ്പോകാം. പക്ഷേ എങ്ങോട്ട് പോകും? അനാഥയായ നിനക്ക് പുറത്ത് ആരുണ്ട്?" രാജീവിൻ്റെ ആ വാക്കുകൾ പ്രിയയുടെ ഹൃദയത്തിൽ അവസാനത്തെ ആണിയും അടിച്ചു കയറ്റി. താൻ ഇത്രയും കാലം ജീവനെപ്പോലെ സ്നേഹിച്ച മനുഷ്യനാണ് ഈ പറയുന്നത്. അവൻ അവളെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് തൻ്റെ മുറിയിലേക്ക് നടന്നു.
മുകളിലത്തെ നിലയിലെ ആ മുറിയുടെ വാതിൽ അവൻ ശക്തിയായി അടച്ചു. ആ ശബ്ദം പ്രിയയുടെ കാതുകളിൽ ഒരിടിനാദം പോലെ മുഴങ്ങി. അടുത്ത ദിവസങ്ങളിൽ വീട് പൂർണ്ണമായും ഒരു കല്യാണ വീടായി മാറി. പന്തലിടാനുള്ള സാധനങ്ങളും ലൈറ്റുകളും എത്തിക്കഴിഞ്ഞു. വിവാഹത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം സുരഭിയുടെ വകയിലുള്ള ചില ബന്ധുക്കളും വീട്ടിലെത്തിയിരുന്നു. ഹാളിൽ എല്ലാവരും ഇരുന്ന് ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ പ്രിയ അടുക്കളയിൽ വലിയ ചെമ്പുകളിൽ സദ്യക്കുള്ള വട്ടങ്ങൾ ഒരുക്കുകയായിരുന്നു. "അല്ല സുരഭി, നിന്റെ ഭാഗ്യം തന്നെയാണ് കേട്ടോ. ഇത്രയും നല്ലൊരു വീടും ഭർത്താവും. പിന്നെ പണിയെടുക്കാൻ ദാ ഇവിടെ ഒരാളും ഉണ്ട്. നിനക്കിനി കൈ നനയ്ക്കാതെ ജീവിക്കാം," സുരഭിയുടെ കൂട്ടുകാരികളിൽ ഒരാൾ പതുക്കെ പറഞ്ഞു. "അതൊക്കെ അങ്ങനെയല്ലേ മോളെ. ഞാൻ ഈ വീടിൻ്റെ ഐശ്വര്യമായിരിക്കും. ചിലർക്ക് അതിനുള്ള ഭാഗ്യം കാണില്ല. അതിപ്പോൾ എത്ര സുന്ദരിമാരായാലും ശരി," സുരഭി അടുക്കള ഭാഗത്തേക്ക് നോക്കി അല്പം ഉച്ചത്തിൽ തന്നെ പറഞ്ഞു. അവളുടെ വാക്കുകൾ പ്രിയയുടെ കാതുകളിൽ ചെന്ന് തറച്ചു. ഹാളിൽ ഇരുന്നവരെല്ലാം അത് കേട്ട് ചിരിച്ചു. ഭാരതിയമ്മയും ആ ചിരിയിൽ പങ്കുചേർന്നു. പ്രിയ തൻ്റെ കയ്യിലിരുന്ന കത്തി താഴെ വെച്ചു. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവളുടെ കണ്ണുകൾ ഇപ്പോൾ വരണ്ടുണങ്ങിയിരുന്നു. കണ്ണുനീരിൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് അവൾ മനസ്സിലാക്കി. സ്നേഹിച്ച ഭർത്താവും അമ്മയെപ്പോലെ കരുതിയ അമ്മായിയമ്മയും ചേർന്ന് അവളെ ഒരു ജീവനില്ലാത്ത വസ്തുവാക്കി മാറ്റിയിരിക്കുന്നു. രാത്രിയായപ്പോൾ വീട് മുഴുവൻ ലൈറ്റുകളാൽ അലങ്കരിക്കപ്പെട്ടു. നാളെയാണ് മംഗളമുഹൂർത്തം. രാജീവ് നാളെ സുരഭിയുടെ കഴുത്തിൽ താലി ചാർത്തും. ഈ വീട്ടിൽ രാജീവേട്ടൻ്റെ ഭാര്യയായി അവൾ കടന്നുവരും. എല്ലാവരും ആഹാരം കഴിഞ്ഞ് സന്തോഷത്തോടെ ഉറങ്ങാൻ പോയി. പ്രിയ മാത്രം ആ വലിയ അടുക്കളയിൽ തനിച്ചായി. പൈപ്പിൽ നിന്ന് വീഴുന്ന വെള്ളത്തുള്ളികളുടെ ശബ്ദം മാത്രം ആ നിശബ്ദതയിൽ കേൾക്കാമായിരുന്നു. അവൾ ജനാലയിലൂടെ പുറത്തെ ആ കറുത്ത ഇരുട്ടിലേക്ക് നോക്കി. ആ ഇരുട്ടിനേക്കാൾ വലിയൊരു ശൂന്യത അവളുടെ ജീവിതത്തെ വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു. ഇനി തടവറയിൽ തനിക്ക് അവകാശങ്ങളില്ല. വെറും നിഴൽ മാത്രമായി ജീവിച്ചു തീർക്കേണ്ടി വരും എന്ന ക്രൂരമായ സത്യം അവൾ തിരിച്ചറിഞ്ഞു. വിവാഹ ദിവസം പുലർന്നു. നാദസ്വരത്തിൻ്റെ മാസ്മരിക ശബ്ദവും ആളുകളുടെ കോലാഹലങ്ങളും കൊണ്ട് ആ വീട് സജീവമായി. മുറ്റത്ത് കെട്ടിയ വലിയ പന്തലിൽ ലൈറ്റുകൾ മിന്നിത്തിളങ്ങി. ബന്ധുക്കളും സുഹൃത്തുക്കളും വന്നെത്തിക്കൊണ്ടിരുന്നു. ചിലരുടെ മുഖത്ത് അവളോടുള്ള പരിഹാസവും ചിലരിൽ സഹതാപവും ആയിരുന്നു. കസവ് മുണ്ടും വില കൂടിയ സിൽക്ക് ഷർട്ടും അണിഞ്ഞ് കഴുത്തിൽ സ്വർണ്ണമാലയുമിട്ട് രാജീവ് എടുപ്പോടെ ഹാളിലേക്ക് വന്നു. ഭാരതിയമ്മ പുതിയ പട്ടുസാരി എടുത്ത് ആഭരണങ്ങളും അണിഞ്ഞ് അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കിലാണ്. ഈ ആഹ്ലാദ പ്രകടനങ്ങൾക്കിടയിലെല്ലാം പ്രിയ അടുക്കളയിൽ വലിയ ഉരുളികളിലും ചെമ്പുകളിലും വെന്തുരുകുകയായിരുന്നു. കല്യാണത്തിന് വരുന്നവർക്ക് കുടിക്കാനുള്ള തിളപ്പിച്ച വെള്ളവും കാപ്പിയും വലിയ ഫ്ലാസ്കുകളിലാക്കി വെക്കുന്ന തിരക്കിലായിരുന്നു അവൾ. വിയർത്തു കുളിച്ചും ഉറക്കമില്ലാത്തതിൻ്റെ ക്ഷീണം കൊണ്ടും അവളുടെ മുഖത്തെ ഐശ്വര്യം പാടെ മങ്ങിയിരുന്നു. എങ്കിലും ആ പട്ടുസാരികൾക്കിടയിലൂടെ ഒരു കോട്ടൺ സാരിയും എടുത്ത് യാന്ത്രികമായി നടന്നു. പല ബന്ധുക്കളും അവളെ നോക്കി പരസ്പരം രഹസ്യം പറയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. "നോക്കിക്കേ, രാജീവിൻ്റെ ആദ്യത്തെ ഭാര്യ. കാണാൻ എന്ത് ഭംഗിയായിരുന്നു. എന്നിട്ടെന്താ, ഒരു കുഞ്ഞിനെ പെറാൻ യോഗമില്ലാതെ പോയില്ലേ. ആ സുരഭിക്കൊപ്പമെങ്കിലും ഈ വീടിന് ഒരു ഐശ്വര്യമുണ്ടാവട്ടെ," ഒരു മുതിർന്ന സ്ത്രീ മറ്റൊരുത്തിയോട് പതുക്കെ പറയുന്നത് പ്രിയ കേട്ടു. അവൾ കേട്ട ഭാവം നടിച്ചില്ല. ഹൃദയം പണ്ടേ കല്ലിച്ചു പോയതുകൊണ്ട് ആ വാക്കുകൾക്കിപ്പോൾ അവളെ കരയിപ്പിക്കാനുള്ള ശക്തിയില്ലായിരുന്നു. മുഹൂർത്ത സമയം അടുത്തതോടെ എല്ലാവരും കല്യാണ മണ്ഡപത്തിലേക്ക് പോകാൻ തയ്യാറായി. ഭാരതിയമ്മ കാറിലേക്ക് കയറുന്നതിന് മുൻപ് അടുക്കള ഭാഗത്തേക്ക് വന്ന് പ്രിയയെ നോക്കി. "പ്രിയേ, ഞങ്ങൾ ഇറങ്ങുകയാണ്. ഞങ്ങൾ മടങ്ങിയെത്തുമ്പോഴേക്കും ഉച്ചയ്ക്ക് 1:30 സുരഭിയെ ഈ വീട്ടിലേക്ക് സ്വീകരിച്ച് കയറ്റേണ്ടതാണ്. നിലവിളക്കൊക്കെ തുടച്ച് വൃത്തിയാക്കി തിരിയിട്ട് വെക്കണം. പാല് കാച്ചാനുള്ള വട്ടങ്ങൾ കൂട്ടി വയ്ക്ക്. ഞങ്ങൾ വരുമ്പോൾ ഈ വീട് കണ്ടാൽ നല്ലൊരു ഭംഗിയുണ്ടാവണം. മനസ്സിലായല്ലോ," രാജീവ് ഒരധികാരത്തോടെ പറഞ്ഞു. പ്രിയ അവനെ തന്നെ നോക്കി നിന്നു. ഒരു കാലത്ത് താൻ ഈ പടി കടന്നു വന്നപ്പോഴും ഇതേ ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് തനിക്ക് നൽകിയ അതേ വാഗ്ദാനങ്ങളും സ്നേഹവുമാണ് ഇന്ന് അവൻ മറ്റൊരുവൾക്കായി കരുതി വച്ചിരിക്കുന്നത്. അവൾ മറുപടിയൊന്നും പറയാതെ ചെറുതായി തലയാട്ടി. രാജീവും ഭാരതിയമ്മയും ബന്ധുക്കളും കാറുകളിൽ കയറിപ്പോയി. അതോടെ ആ വലിയ വീട് പെട്ടെന്ന് നിശബ്ദമായി. മണിക്കൂറുകൾ വേഗത്തിൽ കടന്നുപോയി. പ്രിയ ഭാരതിയമ്മ പറഞ്ഞതുപോലെ ഉമ്മറത്തെ നിലവിളക്ക് തുടച്ച് വൃത്തിയാക്കി അതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് വെച്ചു. അടുക്കളയിൽ പാല് കാച്ചാനുള്ള പുതിയ പാത്രവും പാലും എടുത്തു വെച്ചു. എല്ലാം ഒരു യന്ത്രം പോലെ അവൾ ചെയ്തു തീർത്തു. 1:30 ആയപ്പോഴേക്കും മുറ്റത്ത് ഹോൺ ശബ്ദം കേട്ടു. കാറുകൾ വരിവരിയായി വന്നു നിന്നു. രാജീവും സുരഭിയും കാറിൽ നിന്നിറങ്ങി.
സുരഭിയുടെ കഴുത്തിൽ രാജീവ് കെട്ടിയ ആ പുതിയ താലിമാല തിളങ്ങുന്നുണ്ടായിരുന്നു. അവളുടെ നെറ്റിയിലെ സിന്ദൂരച്ചുവപ്പ് പ്രിയയുടെ കണ്ണുകളെ പൊള്ളിച്ചു. ഭാരതിയമ്മ സുരഭിയുടെ കൈ പിടിച്ചു. മോളെ, വലതുകാൽ വെച്ച് അകത്തേക്ക് കയറൂ. സുരഭി വലിയ ഗർവോടെ രാജീവിൻ്റെ കൈയും പിടിച്ച് വലതുകാൽ വെച്ച് ഹാളിലേക്ക് കയറി. അവൾ ഉമ്മറത്ത് വെച്ചിരുന്ന നിലവിളക്ക് കയ്യിലെടുത്തു. ആ നിമിഷം അവളുടെ നോട്ടം അടുക്കളവാതിൽക്കൽ നിന്നിരുന്ന പ്രിയയുടെ മേൽ പതിഞ്ഞു. ആ നോട്ടത്തിൽ ഒരഹംഭാവം വ്യക്തമായിരുന്നു. ഭാരതിയമ്മ പ്രിയയെ വിരൽ ചൂണ്ടി വിളിച്ചു. പ്രിയേ, വേഗം വന്ന് അടുക്കളയിൽ പാല് കാച്ചാനുള്ള ഏർപ്പാട് ചെയ്യ്. സുരഭി, മോളെ വാ. സുരഭി രാജീവിൻ്റെ കൈ പിടിച്ച് അടുക്കളയിലേക്ക് നടന്നു. പ്രിയ ഗ്യാസ് സ്റ്റൗ കത്തിച്ചു കൊടുത്തു. സുരഭി ആ പാത്രത്തിലേക്ക് പാലൊഴിച്ചു. പാൽ തിളച്ചു മറിഞ്ഞപ്പോൾ ഭാരതിയമ്മയും സുരഭിയുടെ അമ്മയും ചേർന്ന് കുരവിട്ടു. രാജീവ് സുരഭിയെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. തൻ്റെ മുന്നിൽ വെച്ച് നടക്കുന്ന ഈ പ്രണയപ്രകടനങ്ങൾ പ്രിയയെ ശ്വാസം മുട്ടിച്ചു. അവൾ അവിടെ നിൽക്കാൻ കഴിയാതെ പുറത്തേക്ക് ഇറങ്ങി. വൈകുന്നേരത്തോടെ വന്ന അതിഥികളെല്ലാം പിരിഞ്ഞുപോയി. വീട് വീണ്ടും ശാന്തമായി. സുരഭി തൻ്റെ പുതിയ മുറിയിലേക്ക് വസ്ത്രങ്ങൾ മാറ്റാൻ പോയി. രാത്രി 9 മണിയായപ്പോൾ എല്ലാവരും ആഹാരം കഴിക്കാനിരുന്നു. പ്രിയ അവർക്ക് ആഹാരം വിളമ്പിക്കൊടുത്തു. രാജീവും സുരഭിയും പരസ്പരം ഊട്ടിക്കൊണ്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. പ്രിയേ, കറിക്ക് ഉപ്പ് കുറച്ചുകൂടി വേണമായിരുന്നു. സുരഭിക്ക് ഉപ്പ് കുറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. നാളെ മുതൽ ഉണ്ടാക്കുമ്പോൾ ഇത് ഓർമ്മ വേണം. രാജീവ് പ്രിയയെ നോക്കി കർശനമായി പറഞ്ഞു. അതിനെന്താ രാജീവേട്ടാ, നാളെ മുതൽ ഞാനും അടുക്കളയിൽ കയറാം. പ്രിയേട്ടത്തിയെ ഞാൻ സഹായിക്കാം. പാവം ഒറ്റക്കല്ലേ പണിയെടുക്കുന്നത്. സുരഭി ഒരു സഹതാപത്തോടെ പറഞ്ഞു. അയ്യോ മോളെ, നിനക്ക് വീട്ടിൽ യാതൊരു പണിയുമില്ല. നീ വിശ്രമിച്ചാൽ മതി. പണിയെടുക്കാൻ ഇവിടെ ആളുണ്ടല്ലോ. ഭാരതിയമ്മ സുരഭിയുടെ കൈകളിൽ തൊട്ട് പറഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റു. രാജീവും സുരഭിയും കൈകൾ കോർത്ത് പിടിച്ച് മുകളിലത്തെ നിലയിലേക്ക് നടന്നു. ഭാരതിയമ്മയും തൻ്റെ മുറിയിലേക്ക് പോയി. ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റു. രാജീവും സുരഭിയും കൈകൾ കോർത്ത് പിടിച്ച് മുകളിലത്തെ നിലയിലേക്ക് നടന്നു. ഭാരതിയമ്മയും തൻ്റെ മുറിയിലേക്ക് പോയി. ഹാളിലെയും അടുക്കളയിലെയും ലൈറ്റുകൾ ഓരോന്നായി അണഞ്ഞു. പ്രിയ മാത്രം ആയിരുണ്ട അടുക്കളയിൽ എച്ചിൽ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. മുകളിൽ നിന്ന് രാജീവിൻ്റെയും സുരഭിയുടെയും ഉറക്കെയുള്ള ചിരിയും സംസാരവും താഴേക്ക് കേൾക്കാമായിരുന്നു. ആ ശബ്ദങ്ങൾ ഓരോന്നും പ്രിയയുടെ കാതുകളിൽ ഈയം ഉരുക്കി ഒഴിക്കുന്നത് പോലെ തോന്നി. പെട്ടെന്ന് മുകളിലത്തെ മുറിയുടെ വാതിൽ അടയുന്ന ശബ്ദം കേട്ടു. അതോടെ ആ വീട് പൂർണ്ണമായും നിശബ്ദമായി. പ്രിയ തൻ്റെ കയ്യിലെ പാത്രം താഴെ വെച്ചു. അവൾ അടുക്കളത്തറയിലിരുന്ന് മുകളിലേക്ക് നോക്കി. ആ അടഞ്ഞ വാതിലിന് പിന്നിൽ അവളുടെ ഭൂതകാലവും പ്രണയവും ആത്മാഭിമാനവും എന്നേക്കുമായി കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് ഇപ്പോൾ ഒരു തുള്ളി കണ്ണുനീർ പോലും വന്നില്ല. അവൾ ആ ഇരുട്ടിൽ സ്വന്തം ശ്വാസത്തിൻ്റെ ശബ്ദം മാത്രം കേട്ട് ആ വീട്ടിലെ വെറുമൊരു നിഴലായി മാറി. വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. ആ വീട്ടിലെ നിയമങ്ങളും അധികാരങ്ങളും പൂർണ്ണമായും മാറിക്കഴിഞ്ഞിരുന്നു. സുരഭി ആ വീടിൻ്റെ പുതിയ മരുമകളായി സർവ്വസ്വാതന്ത്ര്യത്തോടെ നടന്നു. ഭാരതിയമ്മയുടെ മുഴുവൻ സ്നേഹവും പരിചരണവും അവൾക്കായിരുന്നു. പ്രിയയാകട്ടെ നേരം പുലരുമ്പോൾ മുതൽ രാത്രി വൈകും വരെ ആരും കാണാതെ ആരും സംസാരിക്കാത്ത ഒരു തടവുകാരിയെപ്പോലെ അടുക്കള ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി. ഒരു ദിവസം രാവിലെ ഹാളിൽ ഇരുന്നു കൊണ്ട് സുരഭിയും ഭാരതിയമ്മയും ചായ കുടിക്കുകയായിരുന്നു. രാജീവ് ഓഫീസിൽ പോകാൻ റെഡിയായി താഴേക്ക് വന്നു. രാജീവേട്ടാ, ഇന്ന് വൈകുന്നേരം വരുമ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. നമുക്കൊന്ന് ടൗൺ വരെ പോകാം. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് ദിവസങ്ങളായില്ലേ. സുരഭി രാജീവിൻ്റെ കൈകളിൽ തൂങ്ങിക്കൊണ്ട് കൊഞ്ചലോടെ പറഞ്ഞു. അതിനെന്താ മോളെ, ഞാനിന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങാം. നമുക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഡിന്നറും കഴിച്ചിട്ട് വരാം. രാജീവ് അവളുടെ കവിളിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. അടുക്കളയിൽ നിന്നും മേശ തുടക്കാനായി ഹാളിലേക്ക് വന്ന പ്രിയ ഈ കാഴ്ച കണ്ട് ഒരു നിമിഷം നിന്നുപോയി. ഒരു കാലത്ത് ഓഫീസിൽ പോകുന്നതിന് മുൻപ് രാജീവ് തൻ്റെ നെറ്റിയിൽ തരുമായിരുന്ന ആ ചുംബനവും ഒരുമിച്ച് ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ആ വൈകുന്നേരങ്ങളും അവളുടെ ഓർമ്മകളിൽ മിന്നിമറഞ്ഞു. അവളുടെ നോട്ടം കണ്ട സുരഭിയുടെ മുഖം പെട്ടെന്ന് മാറി. അല്ല പ്രിയേ, നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അവിടെ അടുക്കളയിൽ രാജീവേട്ടനെ ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് എടുത്തു വെച്ചോ? സമയമായി, വേഗം ചെയ്യ്. സുരഭി ഒരു അധികാരത്തോടെ ശബ്ദമുയർത്തി. പ്രിയ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി അടുക്കളയിലേക്ക് നടന്നു. അവൾ ലഞ്ച് ബോക്സ് റെഡിയാക്കി മേശപ്പുറത്ത് വെച്ചു. രാജീവ് അതെടുക്കുമ്പോൾ പോലും പ്രിയയുടെ മുഖത്തേക്കൊന്നും നോക്കാൻ കൂട്ടാക്കിയില്ല. അവൻ സുരഭിയോട് യാത്ര പറഞ്ഞ് ഇറങ്ങിപ്പോയി. വൈകുന്നേരമായപ്പോൾ രാജീവ് പറഞ്ഞതുപോലെ നേരത്തെ എത്തി. സുരഭി പുതിയൊരു വില കൂടിയ സൽവാറും ഇട്ട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞൊരുങ്ങി നിന്നിരുന്നു. ഭാരതിയമ്മ അവരെ യാത്രയാക്കാൻ ഉമ്മറത്ത് വന്നു.
നിങ്ങൾ പോയിട്ട് വാ മക്കളെ. പ്രിയേ, അവർ വരാൻ വൈകും. നീ എനിക്കും നിനക്കുമുള്ള കഞ്ഞി മാത്രം ഉണ്ടാക്കിയാൽ മതി. രാത്രിയിലെ ബാക്കി പണികളൊക്കെ തീർത്തു വെക്ക്. ഭാരതിയമ്മ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. കാർ സ്റ്റാർട്ട് ചെയ്ത് അവർ പോകുന്നത് പ്രിയ ജനാലപ്പടിയിലൂടെ നോക്കി നിന്നു. കാറിനുള്ളിലിരുന്ന് രാജീവിൻ്റെ തോളിലേക്ക് തല ചായ്ക്കുന്ന സുരഭിയുടെ രൂപം അവളുടെ നെഞ്ചിൽ കനലായി എരിഞ്ഞു. രാത്രി 9 മണിയായപ്പോൾ ഭാരതിയമ്മയ്ക്ക് കഞ്ഞി വിളമ്പിക്കൊടുത്തു. അവർ ആഹാരം കഴിഞ്ഞ് ഒരക്ഷരം പോലും പ്രിയയോട് സംസാരിക്കാതെ സ്വന്തം മുറിയിലേക്ക് പോയി വാതിലടച്ചു. പ്രിയയും അല്പം കഞ്ഞി കുടിച്ച് അടുക്കളയിലെ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി. രാത്രി 11 മണിയോടെയാണ് രാജീവും സുരഭിയും തിരിച്ചെത്തിയത്. അവരുടെ കയ്യിൽ ഒത്തിരി ഷോപ്പിംഗ് ബാഗുകൾ ഉണ്ടായിരുന്നു. സുരഭിയുടെ മുഖത്ത് വലിയൊരു വിജയത്തിൻ്റെ ചിരിയുണ്ടായിരുന്നു. അമ്മേ, ദാ നോക്കിക്കേ, രാജീവേട്ടൻ എനിക്ക് വാങ്ങിത്തന്ന പുതിയ സാരികളും മേക്കപ്പ് കിറ്റും. സുരഭി ഹാളിലെ മേശപ്പുറത്ത് സാധനങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞു. ശബ്ദം കേട്ട് ഭാരതിയമ്മ മുറിയിൽ നിന്നിറങ്ങി വന്നു. പെട്ടെന്ന് സുരഭിയുടെ കണ്ണ് അടുക്കളവാതിൽക്കൽ നിൽക്കുന്ന പ്രിയയുടെ മേൽ പതിഞ്ഞു. അവൾ ഒരു ചെറിയ പ്ലാസ്റ്റിക് കവർ കയ്യിലെടുത്തു. ആ പ്രിയേ, ഇത് ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കൂ. നിനക്ക് വേണ്ടി ഞാൻ ഒരു നൈറ്റി വാങ്ങിയിട്ടുണ്ട്. വീട്ടിൽ കിടന്ന് പണിയെടുക്കുമ്പോൾ ഇടാനായിട്ട്. രാജീവേട്ടനോട് പറഞ്ഞപ്പോൾ രാജീവേട്ടനാണ് എടുത്തോളാൻ പറഞ്ഞത്. സുരഭി അത് പ്രിയയുടെ നേർക്ക് നീട്ടി. അതിൽ സഹതാപത്തേക്കാൾ കൂടുതൽ പ്രിയയെ അപമാനിക്കാനുള്ള ഭാവമായിരുന്നു. പ്രിയ കവറിലേക്ക് നോക്കി. താൻ ജീവനായി സ്നേഹിച്ച ഭർത്താവിൻ്റെ പണം കൊണ്ട് മറ്റൊരുവൾ തനിക്കൊരു വേലക്കാരിയുടെ വസ്ത്രം ദാനമായി തരുന്നു. പ്രിയയുടെ ഉള്ളിലെ ആത്മാഭിമാനം ആ നിമിഷം ഉണർന്നു. എനിക്കിതിൻ്റെ ആവശ്യമില്ല. എൻ്റെ കയ്യിൽ ആവശ്യത്തിന് വസ്ത്രങ്ങളുണ്ട്. പ്രിയ ശാന്തമെങ്കിലും ദൃഢമായ ശബ്ദത്തിൽ പറഞ്ഞു. അതുവരെ മിണ്ടാതിരുന്ന പ്രിയയുടെ ഈ മറുപടി രാജീവിനെ ചൊടിപ്പിച്ചു. അവൻ മുന്നോട്ട് വന്നു. എന്താടി പറഞ്ഞത്? സുരഭി നിനക്ക് തന്നത് സ്നേഹത്തോടെയാണ്. അതിന് നന്ദി പറയുന്നത് പകരം ഗർവ് കാണിക്കുന്നോ? നീ ആരാണെന്ന വിചാരമാണ്? നിനക്ക് ഈ വീട്ടിൽ വെറുമൊരു ജോലിക്കാരി മാത്രമാണ് നീ. അവൾ തരുന്നത് വാങ്ങിവെക്കാൻ പഠിക്കണം. രാജീവ് അവളുടെ നേർക്ക് വിരൽ ചൂണ്ടി ആക്രോശിച്ചു. പ്രിയയുടെ കണ്ണുകളിൽ നിന്ന് ആ നിമിഷം കണ്ണീരല്ല, മറിച്ച് ഒരുതരം കല്ലിച്ച ഭാവമാണ് പുറത്തു വന്നത്. അവൾ രാജീവിൻ്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. ആ നോട്ടം കണ്ട് രാജീവ് ഒന്ന് പതറി. അവളൊന്നും മിണ്ടാതെ തിരിഞ്ഞ് തൻ്റെ ചെറിയ മുറിയിലേക്ക് നടന്നു. രാത്രിയുടെ നിശബ്ദതയിൽ രാജീവും സുരഭിയും മുകളിലത്തെ മുറിയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ പതിവ് പോലെ ആ മുറിയുടെ വാതിലടയുന്ന ശബ്ദം കേട്ടു. താഴത്തെ ചെറിയ മുറിയിലെ തറയിൽ പ്രിയ കിടക്കുകയായിരുന്നു. മുകളിൽ നിന്ന് അവരുടെ സംസാരവും നേർത്ത ചിരികളും വീണ്ടും കേൾക്കാം. പക്ഷേ ഇത്തവണ പ്രിയയുടെ ഹൃദയം തകർന്നില്ല. പകരം അവളുടെ ഉള്ളിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുകയായിരുന്നു. ഇത്രയും കാലം താൻ ഒഴുക്കിയ കണ്ണുനീരിനും സഹിച്ച ക്രൂരതകൾക്കും ഇനി അർത്ഥമില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഈ തടവറയിൽ വെറുമൊരു നിഴലായി ജീവിച്ചു തീർക്കാനല്ല താൻ ജനിച്ചതെന്ന് അവളുടെ മനസ്സ് മന്ത്രിക്കാൻ തുടങ്ങി. കണ്ണുനീർ വറ്റിപ്പോയ കണ്ണുകളിൽ ഇപ്പോൾ ഒരു പുതിയ ഭാവം തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. പ്രതികാരത്തിൻ്റേതോ അതോ ഈ നരകത്തിൽ നിന്നുമുള്ള ഒരു വലിയ മോചനത്തിൻ്റേതോ? പുറത്ത് ഇരുളടഞ്ഞ രാത്രി നീങ്ങുമ്പോൾ പ്രിയയുടെ മനസ്സിൽ ഒരു വലിയ തീരുമാനം രൂപപ്പെടുകയായിരുന്നു.